ത്രിയേക ദൈവത്തിൻ്റെ ധന്യതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അഖിലമലങ്കര മർത്തമറിയം വനിതാ സമാജത്തിൻ്റെ കേന്ദ്ര പരീക്ഷയുടെ പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ടുള്ള 4ാമത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നാം പഠിക്കുവാൻ പോകുന്നത് നമുക്ക് പഠിക്കുവാനായിട്ട് തന്നിരിക്കുന്ന പുസ്തകത്തിൽ അധ്യായം 3 സങ്കീർത്തനം 32 ബുദ്ധി ഉപദേശ സങ്കീർത്തനം, പേജ് നമ്പർ 16. കഴിഞ്ഞ ക്ലാസ്സിൽ ആദ്യത്തെ അനുതാപ സങ്കീർത്തനം 6 നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഈ ക്ലാസ്സിൽ 2ാമത്തെ അനുതാപ സങ്കീർത്തനമായ സങ്കീർത്തനം 32 കുറിച്ചാണ് നാം പഠിക്കുവാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ പശ്ചാത്തലം പരിശോധിച്ചാൽ, അതായത് ബാക്ക്ഗ്രൗണ്ട് പരിശോധിച്ചാൽ, ദാവീദിൻ്റെ 2ാമത്തെ അനുതാപ സങ്കീർത്തനമാണ് സങ്കീർത്തനം 32. ഇവിടെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിരിക്കുന്നു. വിശുദ്ധ വേദപുസ്തകത്തിലെ സങ്കീർത്തനങ്ങളെ പല വിഭാഗങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നു എന്ന് കാണിക്കുന്നു. അതിൽ മാസ്കീൽ, അതായത് ബുദ്ധി ഉപദേശ സങ്കീർത്തനത്തിൻ്റെ ആ വിഭാഗത്തിലാണ് സങ്കീർത്തനം 32 കാണുന്നത്. അപ്പോൾ നമുക്കിത്തിരി ഒന്ന് ഈ സങ്കീർത്തനത്തിൻ്റെ ഡിവിഷൻസ് എങ്ങനെയാണെന്ന് ഒന്ന് നോക്കാം. ഇവിടെ സങ്കീർത്തനത്തെ പല ഭാഗങ്ങളായിട്ട് തിരിക്കുന്ന ഈ ഒരു പദം മാസ്കീൽ എന്ന വിഭാഗത്തിലാണ് 32ാമത്തെ സങ്കീർത്തനം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഡിവിഷൻ, ഇത് ഹീബ്രു ഡിവിഷൻ അഥവാ ഹീബ്രു ടേംസ്, പ്രധാനമായിട്ടും ഒറിജിനൽ ഹീബ്രു ഡിവിഷൻസ് ആണ്. സങ്കീർത്തനത്തെ പല ഭാഗങ്ങളായിട്ട് ഹീബ്രു വാക്കുകൾ ഉപയോഗിച്ചുള്ള ഡിവിഷൻസ് ആയിട്ട് നമുക്കിതിനെ കാണാവുന്നതാണ്. അപ്പോൾ അത് നമ്മൾ പഠിക്കുമ്പോൾ പല ഭാഗത്തായിട്ട് നമുക്കറിയാം ഒരു 5 ഡിവിഷനുകളാണ് അതിനകത്ത് പ്രധാനമായിട്ടുള്ളത്. അതായത് മിസ്മൂർ എന്ന് പറഞ്ഞാൽ മസുമൂറുകൾ നമ്മൾ പലപ്പോഴും നമുക്കറിയാവുന്നതാണ്. അപ്പം സങ്കീർത്തനം 23 ഒരു മസുമൂർ, അതിൻ്റെ എക്സാമ്പിളാണ്. അതായത് ഒരു ഇൻസ്ട്രുമെൻ്റൽ സാംസ്, പാട്ട് പോലെ നാം പാടുന്ന ദാവീദിൻ്റെ ഒരു സങ്കീർത്തനം, വെച്ചാൽ മ്യൂസിക്കൽ മെലഡി എന്നാണ് പറയുന്നത്. അപ്പോൾ അടുത്തതായിട്ട് 2ാമത്തെ ഒരു വിഭാഗം എബ്രായ അല്ലെങ്കിൽ ഹീബ്രു ടേംസിൻ്റെ ഡിവിഷൻസിൽ വെച്ച് നോക്കുമ്പോൾ 2ാമത്തെ ഭാഗമാണ് മാസ്കീൽ എന്ന് പറയുന്നത്. മാസ്കീൽ എന്നതിൻ്റെ അർത്ഥം അത് തന്നെ ധ്യാനം എന്നാണ്. അപ്പോൾ ഇവിടെ ഈ ഓരോ സങ്കീർത്തനങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ ആദ്യ ഭാഗത്ത് അത് ഹെഡിങ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ 32ാമത്തെ സങ്കീർത്തനം വിശുദ്ധ വേദപുസ്തകം ഒന്ന് എടുത്തു നോക്കുക. അതിൽ 32ാമത്തെ സങ്കീർത്തനത്തിൽ അതിൻ്റെ ഹെഡിങ് കൊടുത്തിരിക്കുന്നത് ദാവീദിൻ്റെ ഒരു ധ്യാനം. അപ്പോൾ ഈ ധ്യാനം എന്ന് പറഞ്ഞാൽ അതൊരു ബുദ്ധി ഉപദേശ സങ്കീർത്തനം എന്നുള്ള ഭാഗത്തിലാണ് അതിനകത്ത് അതായത് ചില വൈസ് ആയിട്ടുള്ള ചില ഇൻസ്ട്രക്ഷൻസ് നമുക്ക് നൽകുന്ന ചില ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ ഉപദേശങ്ങൾ എന്നുള്ള രീതിയിലാണ് ഈ മാസ്കീൽ എന്നുള്ള ഭാഗത്തെ കാണിച്ചിരിക്കുന്നത്. അടുത്തത് 3ാമത്തെ ഭാഗമാണ് മിക്താം, 4ാമത് തെഫില്ല അല്ലെങ്കിൽ പ്രാർത്ഥനകൾ, ഷിർ എന്ന് പറഞ്ഞാൽ പാട്ട് അല്ലെങ്കിൽ ഗീതം, വോക്കൽ സോങ്സ്. അത് സങ്കീർത്തനം 30 ഒക്കെ നമ്മൾക്ക് നോക്കിയാൽ നമുക്ക് കാണുവാനായിട്ട് തക്കവണ്ണം സാധിക്കും. ഇത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഈ ഓരോ വേദപുസ്തകത്തിലെ ഓരോ സങ്കീർത്തനങ്ങൾ നമ്മൾ എടുത്തു നോക്കുമ്പോൾ അതിനൊക്കെയും ഓരോ ഹെഡിങ്ങുകൾ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള, ഇപ്പം മിക്താം എന്ന ഗ്രൂപ്പാണെങ്കിൽ രഹസ്യ പ്രാർത്ഥനകൾ അല്ലെങ്കിൽ സ്വർണ്ണഗീതം. 16ാമത്തെ സങ്കീർത്തനം നമുക്ക് നോക്കിയാൽ നമുക്കറിയാം സ്വർണ്ണഗീതം അല്ലെങ്കിൽ അതൊരു രഹസ്യ പ്രാർത്ഥനയുടെ ഭാഗമായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് പഠിക്കുവാൻ തന്നിരിക്കുന്ന സങ്കീർത്തനം 32 അത് മാസ്കീൽ എന്ന ഭാഗത്തിലാണ് വരുന്നത്. പ്രത്യേകമായിട്ട് ഈ പദം ഒന്ന് ഓർത്തുകൊള്ളുക. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഇതൊരു ബുദ്ധി ഉപദേശ സങ്കീർത്തനം, ടു ബി വൈസ് ആൻഡ് ഇറ്റ്സ് ലൈക്ക് ആൻ ഇൻസ്ട്രക്ഷൻ. ഓക്കെ, അതുപോലെ തന്നെ ഇത് പാപക്ഷമ ലഭിച്ചവൻ്റെ ആനന്ദ കീർത്തനം കൂടിയായിട്ടും കാണുന്നു. അപ്പോൾ 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിച്ചാൽ ഓർത്തുകൊള്ളുക, പാപക്ഷമ ലഭിച്ചതിന് ശേഷം ദാവീദ് രാജാവിൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുള്ളൊരു ആനന്ദ സങ്കീർത്തനം, ആനന്ദ കീർത്തനമാണ് ഇന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. 32ാമത്തെ സങ്കീർത്തനത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാനെന്നാണ്. അതായത് ഒരു പാപക്ഷമ തനിക്ക് ലഭിച്ചതിൻ്റെ ഭാഗമായിട്ട് ഉള്ള ഒരു ആനന്ദത്തിൽ അല്ലെങ്കിൽ ആ ഒരു സന്തോഷത്തിൽ എഴുതിയ ഒരു കീർത്തനമായിട്ടാണ് 32ാം സങ്കീർത്തനത്തെ നാം കാണുന്നത്.
അപ്പോൾ ഇവിടെ മറ്റൊരു പ്രധാന പശ്ചാത്തലം അല്ലെങ്കിൽ പാപത്തെയും പശ്ചാത്താപത്തെയും ദൈവത്തിൻ്റെ ക്ഷമയെയും കുറിച്ചുള്ള ആത്മീയമായ ആഴത്തിലുള്ള പാഠം നൽകുന്ന ഒരു സങ്കീർത്തനമാണ് 32-ാം സങ്കീർത്തനം. അപ്പോൾ അവിടെ പ്രധാനമായിട്ട് നമ്മൾ 3 കാര്യങ്ങൾ കണ്ടു. ഒന്ന് പാപത്തെക്കുറിച്ചും പശ്ചാത്താപത്തെക്കുറിച്ചും അതോടൊപ്പം തന്നെ പാപത്തെക്കുറിച്ച് പശ്ചാത്തപിക്കുന്ന ഒരു വ്യക്തിയോട് ഉണ്ടാകുന്ന ദൈവത്തിൻ്റെ ക്ഷമ. ഈ 3 കാര്യങ്ങളെക്കുറിച്ച് വളരെ ആഴമേറിയ ആത്മീയ പാഠം നൽകുന്ന ഒരു സങ്കീർത്തനമാണ് 32-ാം സങ്കീർത്തനം. അപ്പോൾ ഇവിടെ നമുക്കൊരു ചോദ്യം പ്രധാനമായിട്ട് ഉള്ളത് 32-ാം സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലം അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് എന്താണ്? പശ്ചാത്തലം എന്ന് ചോദിച്ചാൽ അതെങ്ങനെയാണ് ദാവീദ് രാജാവ് ഈ 32-ാം സങ്കീർത്തനം എഴുതുവാനായിട്ടുള്ള ഒരു സാഹചര്യം, അതാണ് പശ്ചാത്തലം എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കൊക്കെയും അറിയാവുന്നതാണ് ദാവീദ് രാജാവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു വലിയ പാപം. ആ പാപത്തെക്കുറിച്ച് ബോധം വന്നപ്പോഴാണ് അദ്ദേഹം പശ്ചാത്തപിച്ച് തിരിച്ച് വീണ്ടും ദൈവത്തിങ്കിലേക്ക് തിരിയുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ 2-ാമത്തെ പാരഗ്രാഫിൽ ഈ 32-ാം സങ്കീർത്തനം എഴുതുവാനായിട്ടുള്ള പശ്ചാത്തലം കാണുന്നുണ്ട്. അവിടെ പറയുന്നത് ദാവീദ് തൻ്റെ ജീവിതത്തിലെ ഒരു വലിയ പാപ അനുഭവത്തിന് ശേഷമുള്ള ആത്മീയ തിരിച്ചറിവിൻ്റെ പ്രകാരമാണ് ഈ സങ്കീർത്തനം രചിച്ചതെന്ന് കരുതുന്നു. അതായത് ബത്ശേബയുമായുള്ള സംഭവവും അതിന് തുടർന്നുള്ള കാര്യങ്ങളും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുള്ള ഒരു പാപ അനുഭവവും അതിനുശേഷമുണ്ടായ ഒരു ആത്മീയ തിരിച്ചറിവിൽ നിന്നാണ് 32-ാം സങ്കീർത്തനം രചിക്കുവാനായിട്ടുള്ള പശ്ചാത്തലം ഉണ്ടാവുന്നത്. അപ്പോൾ ഇവിടെ ബത്ശേബയുടെ കാര്യം നമുക്കൊക്കെയും അറിയാവുന്നതാണ്. ദാവീദിൻ്റെ ഒരു വിശ്വസ്ത സൈനികനായിരുന്നു ഊരിയാവിൻ്റെ ഭാര്യയായിരുന്നു ബത്ശേബ. ദാവീദ് രാജാവിന് ഈ ബത്ശേബയിൽ ഇഷ്ടം തോന്നുകയും അവളെ തൻ്റെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിക്കുകയും അവളോടൊപ്പം ശയിക്കുകയും ചെയ്തതിന് ശേഷം അവൾ ഗർഭിണിയാണ് എന്നറിഞ്ഞപ്പോൾ തൻ്റെ വിശ്വസ്തനായ ഭടനായ ഊരിയാവിനെ മനഃപൂർവ്വം യുദ്ധക്കളത്തിലേക്ക്, അതായത് മുൻനിര പോരാളിയായിട്ട് പറഞ്ഞയക്കുകയും, കാരണം ഈ ഊരിയാവ് കൊല്ലപ്പെടണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ അദ്ദേഹത്തെ മുൻനിര പടയാളികൾ, നമുക്കറിയാം യുദ്ധത്തിലെ മുൻനിരയിൽ നിൽക്കുന്നവർക്കെയും കൊല്ലപ്പെടുവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അങ്ങനെ ഊരിയാവ് കൊല്ലപ്പെടുന്നു. അപ്പം ബത്ശേബയെ സ്വന്തമാക്കുവാനായിട്ട് ഊരിയാവിനെ കൊല്ലപ്പെടുവാനായിട്ട് അയക്കുന്നു. അതോടൊപ്പം തന്നെ ബത്ശേബയെ ഗർഭിണിയാക്കുകയും ചെയ്തു എന്നുള്ള ഒരു വലിയ പാപമാണ് ദാവീദ് രാജാവിൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുന്നത്. ഇതിനുശേഷം നാഥാൻ പ്രവാചകൻ വന്ന് ദാവീദ് രാജാവിനോട് ഈ പാപത്തെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കുകയും അപ്പോൾ അദ്ദേഹം ഒരു കഥയുടെ രൂപത്തിൽ പറയുന്നു. ഒരു പണക്കാരൻ പാവപ്പെട്ടവൻ്റെ ഒരു ഏക ആട്ടിൻകുട്ടിയെ തട്ടിയെടുക്കുന്നതായിട്ടുള്ള ഒരു കഥ സൂചിപ്പിക്കുകയും അതിനുശേഷം പ്രവാചകൻ പറഞ്ഞു, ആ തട്ടിയെടുത്ത മനുഷ്യൻ നീയാണ് എന്ന് പറഞ്ഞപ്പോൾ ദാവീദ് രാജാവിന് തൻ്റെ പാപത്തെക്കുറിച്ച് ബോധമുണ്ടാവുകയും അദ്ദേഹം പശ്ചാത്തപിച്ച് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു എന്ന് ആ ഒരു മാനസിക അവസ്ഥയിൽ നിന്ന് എഴുതിയ സങ്കീർത്തനമാണ് 32-ാമത്തെ സങ്കീർത്തനം. അതായത് ദാവീദ് ദൈവത്തോട് പാപം സമ്മതിച്ച് പശ്ചാത്തപിച്ച് എഴുതുന്നതായ ഒരു ആത്മീയ തിരിച്ചറിവിൻ്റെ സങ്കീർത്തനമായിട്ടാണ് 32-ാം സങ്കീർത്തനം രചിച്ചതായിട്ട് വേദപുസ്തക പണ്ഡിതന്മാർ കരുതുന്നു. അതുപോലെ തന്നെ ഈ 32-ാം സങ്കീർത്തനവും 51-ാം സങ്കീർത്തനവും പരസ്പര ബന്ധമുള്ള പശ്ചാത്താപ സങ്കീർത്തനങ്ങളാക്കി കണക്കാക്കപ്പെടുന്നു. അപ്പോൾ അതും കൂടി ഒന്ന് നോട്ടി എഴുതുക. 32-ഉം 51-ഉം പരസ്പര ബന്ധമുള്ള ഏത് ടൈപ്പുള്ള സങ്കീർത്തനമാണ്? പശ്ചാത്താപ സങ്കീർത്തനങ്ങളുടെ കൂട്ടത്തിൽ കാണപ്പെടുന്നു. അപ്പോൾ ഇതാണ് ഒരു പ്രധാനമായിട്ടുള്ള ഒരു പശ്ചാത്തലം. ഇത് എഴുതുവാനുള്ള പശ്ചാത്തലം എന്ത് എന്നുള്ള ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതുവാനായിട്ടുള്ളത് ദാവീദ് രാജാവിൻ്റെ ജീവിതത്തിലുള്ള പാപവും അതിൽ നിന്നുള്ള പശ്ചാത്താപവുമാണ് ഇത് എഴുതുവാനുള്ള ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ഇനി ഇവിടെ അടുത്തതായിട്ട് നമുക്ക് പഠിക്കുവാനുള്ളത് 32-ാം സങ്കീർത്തനത്തിൻ്റെ പ്രധാന വിഷയങ്ങൾ, തീം സമ്മറി. അവിടെ പ്രധാനമായിട്ട് 3 വിഷയങ്ങളാണുള്ളത്. അപ്പോൾ ഈ പോയിന്റ് വൈസ് ഉള്ളത് ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് ഒന്ന് ശ്രദ്ധിച്ച് പഠിച്ചുകൊള്ളുക. അപ്പോൾ ഏതൊക്കെയാണ് 3 പ്രധാന വിഷയങ്ങൾ എന്ന് പറയുന്നത്? ഒന്നാമത്തേത് പാപമോചനത്തിൻ്റെ ഭാഗ്യം. അതായത് 32-ാം സങ്കീർത്തനം 1ഉം 2ഉം വാക്യങ്ങളിലെ ആസ്പദമാക്കിയുള്ള പ്രധാന വിഷയം പാപമോചനത്തിൻ്റെ ഭാഗ്യം. അതായത് പാപം മോചിക്കപ്പെടുമ്പോൾ ലഭിക്കുന്നതായ ഭാഗ്യമാണ് അവിടെ സൂചിപ്പിക്കുന്നത്. രണ്ടാമതായിട്ടുള്ള പ്രധാന വിഷയമെന്ന് പറയുന്നത്
പാപം മറച്ചു വയ്ക്കുന്നവൻ്റെ വേദനയും സമ്മതിക്കുന്നവൻ്റെ വിടുതലും. അത് 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. മൂന്നാമത്തെ പ്രധാന വിഷയം ദൈവത്തിൻ്റെ മാർഗനിർദ്ദേശവും അത് സ്വീകരിക്കുന്ന നീതിമാന്മാർക്കുള്ള സന്തോഷവും. അത് 6 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. അപ്പോൾ മൊത്തത്തിൽ 32-ാമത്തെ സങ്കീർത്തനം ഒന്ന് നോക്കിക്കൊള്ളുക. മൊത്തത്തിൽ നമുക്ക് 11 വാക്യങ്ങളാണുള്ളത്. ആ 11 വാക്യങ്ങളിലെ 3 വിഷയങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നു. ആദ്യത്തേത് 1, 2 വാക്യങ്ങൾ, 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ, 6 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ഈ 3 ഭാഗമായിട്ട് 3 വിഷയങ്ങൾ, പ്രധാന വിഷയങ്ങളാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തേത് പാപമോചനത്തിൻ്റെ ഭാഗ്യം. എന്താണ് പാപമോചനത്തിൻ്റെ ഭാഗ്യം എന്ന് പറയുന്നത്? ദൈവം പാപം മോചിക്കുന്നുവെങ്കിൽ, ഒരു മനുഷ്യൻ പാപം ചെയ്ത് അതിനുശേഷം പശ്ചാത്തപിച്ച് ദൈവത്തിങ്കിലേക്ക് വരുമ്പോൾ പാപമോചനം പ്രാപിക്കുക എന്നുള്ളത് അതൊരു വലിയ ഭാഗ്യമായിട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ലംഘനം മറച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ എന്ന് 1-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുന്നു. 2-ാമത്തെ വാക്യത്തിൽ യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അപ്പോൾ പാപമോചനം ലഭിക്കുന്ന ഒരു മനുഷ്യനെയാണ് ഭാഗ്യവാൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് വേദപുസ്തക പ്രകാരമുള്ള ചോദ്യം വരാനും സാധ്യതയുള്ളതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ചുകൊള്ളുക. ആരാണ് ഭാഗ്യവാൻ? അപ്പം പാപമോചനം ലഭിച്ച ഒരു വ്യക്തിയെയാണ് ഭാഗ്യവാനായിട്ട് 32-ാം സങ്കീർത്തനം നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ 1ഉം 2ഉം വാക്യങ്ങൾ ഒന്ന് പഠിച്ചുകൊള്ളുക. അപ്പോൾ ഇവിടെ പാപത്തെ സൂചിപ്പിക്കാനായിട്ട് 3 പദങ്ങളാണ് പാപത്തെ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ പാപമോചനത്തെയും 3 പദങ്ങൾ വെച്ചാണ് സൂചിപ്പിക്കുന്നത്. ഏതൊക്കെയാണ് പാപത്തെ സൂചിപ്പിക്കുന്ന 3 പദങ്ങൾ എന്ന് പറയുന്നത്? ലംഘനം, പാപം, അകൃത്യം. അപ്പോൾ ഈ 1ഉം 2ഉം വാക്യങ്ങൾ നോക്കുമ്പോൾ ലംഘനം, പാപം, അകൃത്യം, ഈ 3 വാക്യങ്ങളാണ് പാപത്തെ സൂചിപ്പിക്കുന്നു എങ്കിൽ പാപമോചനത്തെ സൂചിപ്പിക്കുന്ന 3 പദങ്ങളും കൂടെ അവിടെ സൂചിപ്പിക്കുന്നത്: 1 ക്ഷമിക്കുക, മറക്കുക, കണക്കിടാതിരിക്കുക. അപ്പം ലംഘനം ക്ഷമിച്ചും, പാപം മറച്ചും, അതുപോലെ തന്നെ യഹോവ അകൃത്യം കണക്കിടാതെയും. അപ്പോൾ ഈ 3 വാക്യങ്ങളും കൂടെ ഒന്ന് സൂചിപ്പിച്ചുള്ള പാപത്തെയും കുറിച്ചും പാപമോചനത്തെയും കുറിച്ചുള്ള 3 പദങ്ങൾ ഏതൊക്കെയാണ്? ഇനി അതാണ് ആദ്യത്തെ പ്രധാന വിഷയം. പാപമോചനം ലഭിക്കുന്നവനാണ് ഭാഗ്യവാൻ. 32-ാം സങ്കീർത്തനം നമ്മെ പഠിപ്പിക്കുന്ന ആദ്യത്തെ വിഷയം. ഇനി 2-ാമത്തേത് പാപം മറച്ചു വയ്ക്കുന്നവൻ്റെ വേദനയും സമ്മതിക്കുന്നവൻ്റെ വിടുതലും. 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ ദാവീദ് നമ്മെ പഠിപ്പിക്കുന്നതായ കാര്യം, ദാവീദ് തൻ്റെ പാപം മറച്ചു വെച്ചപ്പോൾ ആത്മീയവും ശാരീരികവുമായ ഭാരങ്ങൾ അവന് ഉണ്ടായി. അതാണ് 3 മുതലുള്ള 5 വരെയുള്ള വാക്യങ്ങൾ. നമുക്ക് ഫിസിക്കലായിട്ടുള്ള കുറേ പെയിൻ. ഏതൊക്കെയാണ് ഫിസിക്കലായിട്ടുള്ള പെയിൻ? ഞാൻ മിണ്ടാതെ ഇരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചു പോയി, അല്ലേ? എൻ്റെ മജ്ജ വേനൽക്കാലത്തിലെ ഉഷ്ണത്താൽ എന്ന പോലെ വറ്റിപ്പോയി. അപ്പോൾ എത്രമാത്രം ഫിസിക്കലായിട്ടുള്ള ഒരു പെയിനാണ് അവിടെ ദാവീദ് പാപം മറച്ചു വെച്ചപ്പോൾ ഉണ്ടായത്. അപ്പം പാപം മറച്ചു വെക്കുന്നവൻ ഉണ്ടാകുന്ന ശാരീരികവും ആത്മീയവുമായ വേദനയെക്കുറിച്ചാണ് ഇവിടെ പ്രധാന വിഷയം. അപ്പോൾ ആ ഒരു 3 മുതലുള്ള 5 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കുക. അപ്പോൾ നമുക്കത് കൂടുതൽ അറിയുവാനായിട്ട് സാധിക്കും. എന്നാൽ പാപം സമ്മതിച്ചപ്പോൾ എന്താണ് ഉണ്ടായത്? പാപം സമ്മതിച്ചപ്പോൾ അവനുണ്ടായ വിടുതലും ആശ്വാസവും. അവിടെ എന്താണ് കാണുന്നത്? 5-ാമത്തെ വാക്യത്തിൽ ഞാൻ എൻ്റെ പാപം നിന്നോട് അറിയിച്ചു, എൻ്റെ ലംഘനം, എൻ്റെ അകൃത്യം മറച്ചതുമില്ല, എൻ്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു. അങ്ങനെ പാപസമ്മതം നടത്തിയപ്പോൾ ദൈവം പെട്ടെന്ന് മാപ്പ് നൽകിയത് അവന് ആശ്വാസമായി. അതാണ് അവിടെ ദാവീദ് രാജാവ് പറയുന്നത്, നീ എൻ്റെ പാപദോഷം പൊറുത്തു തന്നു, എൻ്റെ ലംഘനങ്ങളെ, പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു ദൈവം. അതൊരു വലിയ ആശ്വാസമായിട്ടാണ് ദാവീദ് രാജാവ് അവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ ക്ഷമയുടെ വേഗതയും അതിൻ്റെ പൂർണ്ണതയും കൂടെ ഇവിടെ കാണിക്കുന്നു. അങ്ങനെ ദൈവത്തിങ്കിലേക്കുള്ള ദാവീദിൻ്റെ ഒരു ആത്മീയ തിരിയൽ, ഒരു യൂ ടേൺ ആണ്.
പാപം ചെയ്തു പോയി അങ്ങനെ മുന്നോട്ട് പോകാതെ ദൈവത്തിങ്കിലേക്കൊരു യൂ ടേൺ എടുക്കുന്നതായിട്ടാണ് നമുക്കിവിടെ ദാവീദ് രാജാവിൻ്റെ ഒരു ആത്മീയമായ റിട്ടേൺ ഇതാണ് നമുക്കിവിടെ പ്രധാനമായിട്ട് കാണുന്നതാണ്. രണ്ടാമത്തെ വിഷയം പാപം മറച്ചു വയ്ക്കുന്നതിൻ്റെ വേദന, എന്നാൽ പാപം സമ്മതിച്ചു കഴിയുമ്പോൾ ലഭിക്കുന്ന ഒരു ആത്മീയമായ വിടുതലും ഒരു ആശ്വാസവും അവിടെയാണ് 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ കാണിക്കുന്നത്. അടുത്തതായിട്ട് മൂന്നാമത്തെ വിഷയമായിട്ട് കാണുന്നത് ദൈവത്തിൻ്റെ മാർഗനിർദ്ദേശവും അത് സ്വീകരിക്കുന്ന നീതിമാന്മാർക്കുണ്ടാകുന്ന സന്തോഷവും. 6 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ് അത് കാണിക്കുന്നത്. അതായത് പാപം ഉപേക്ഷിച്ച് ദൈവത്തിങ്കിലേക്ക് തിരിയുന്നവർക്ക് അതുവഴി ലഭിക്കുന്ന ഒരു ആത്മീയമായ ആനന്ദം. അപ്പോൾ അതൊരു ലൗകികമായ ഒരു സന്തോഷത്തേക്കാൾ ഉപരിയായിട്ട്, ഇപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ചില ലൗകികമായ നേട്ടങ്ങൾ ലഭിക്കുമ്പോഴുണ്ടാകുന്നൊരു സന്തോഷം പോലെയല്ല ഇത്. ആത്മീയമായ ആനന്ദം എന്ന് പറയുന്നത് പാപം ഉപേക്ഷിച്ച് ദൈവത്തിങ്കിലേക്ക് ഞാൻ തെറ്റു ചെയ്തു പോയി എന്നൊരു പൂർണ്ണ ബോധ്യം വന്ന് ദൈവത്തിങ്കിലേക്ക് തിരിച്ചു വരുമ്പോൾ ലഭിക്കുന്ന ഒരു ആത്മീയമായിട്ടുള്ള ഒരു സന്തോഷം, ആത്മീയ ആനന്ദത്തെക്കുറിച്ചാണ് അവിടെ സൂചിപ്പിക്കുന്നത്. 6 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ 10 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അതൊരു നീതിമാന്മാരുടെ സന്തോഷത്തിൻ്റെ പ്രകടനമാണ് അവിടെ കാണുന്നത്. അപ്പോഴിവിടെ നീ എനിക്ക് മറവിടമാകുന്നു, നീ എന്നെ കഷ്ടത്തിൽ നിന്ന് സൂക്ഷിക്കും, രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് നീ എന്നെ ചുറ്റിക്കൊള്ളും. 7-ാമത്തെ വാക്യത്തിൽ എത്രമാത്രം അത് ഒരു നീതിമാൻ അല്ലെങ്കിൽ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു വരുന്നൊരു പാപിക്ക് ലഭിക്കുന്ന ഒരു സന്തോഷമാണ്. അതുപോലെ തന്നെ അവിടെ കാണുന്നതാണ്, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. അതായത് നീതിമാന്മാർക്ക് ഉണ്ടാകുന്ന ഒരു ദൈവത്തിൽ നിന്നുള്ളൊരു മാർഗനിർദ്ദേശവും കൂടെ ഇവിടെ സൂചിപ്പിക്കുന്നു. അപ്പോൾ പാപി തിരിഞ്ഞ് ദൈവത്തിങ്കിലേക്ക് വന്നാൽ നടക്കേണ്ടുന്ന വഴി ആരാണ് കാണിച്ചു തരിക? ദൈവം അവിടെ കാണിച്ചു തരും. 8-ാമത്തെ വാക്യത്തിൽ ഇവിടെ പ്രധാനമായിട്ടും അവിടെ വരുന്നു. അങ്ങനെ അവസാനം ഇത് സങ്കീർത്തനം ആദ്യം ഒരു പ്രയാസത്തിൽ തുടങ്ങി ഒടുവിൽ ഒരു സന്തോഷത്തിൽ ഇതിവിടെ അവസാനിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ദൈവം ഒരു ഉപദേശം നൽകുന്നു. അതുപോലെ തന്നെ 11-ാമത്തെ വാക്യത്തിലേക്ക് എത്തുമ്പോഴേക്കും നമുക്കറിയാം, നീതിമാന്മാരെ യഹോവയിൽ സന്തോഷിച്ചാനന്ദിപ്പീൻ, ഹൃദയപരമാർത്ഥികൾ എല്ലാവരുമായി ുള്ളവരെ ഘോഷിച്ചുല്ലസിപ്പീൻ. അപ്പോൾ എത്രമാത്രം ഒരു സന്തോഷത്തിൻ്റെ പൂർണ്ണതയിലാണ് ഈ ഒരു അധ്യായം അവസാനിക്കുന്നത്. അപ്പോഴങ്ങനെ ഈ 3 പ്രധാന വിഷയങ്ങൾ പ്രത്യേകമായിട്ടൊന്ന് പഠിച്ചുകൊള്ളുക. കാരണം 3 പോയിൻ്റായിട്ടുള്ളത് കൊണ്ട് അത് ചോദിക്കുവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഇനി അടുത്തതായിട്ട് പേജ് നമ്പർ 18 നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് 32-ാം സങ്കീർത്തനത്തിൻ്റെ പ്രാധാന്യം എന്ത്. അതും ഒരു 4 പോയിന്റുകളാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് അതും ഒന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചു കൊള്ളുക. എന്തൊക്കെയാണ് സങ്കീർത്തനത്തിൻ്റെ പ്രാധാന്യം? 32-ാം സങ്കീർത്തനത്തിൻ്റെ പ്രാധാന്യം ഇവിടെ പ്രധാനമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു പശ്ചാത്താപമാണ്. ദാവീദ് രാജാവ് പാപത്തിൽ നിന്ന് തിരിഞ്ഞു വന്ന പശ്ചാത്താപിക്കുന്ന ഒരു സൈക്കോളജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഒന്നാമതായിട്ട് ഈ സങ്കീർത്തനത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് പശ്ചാത്താപത്തിൻ്റെ ആത്മീയ മനഃശാസ്ത്രം അവതരിപ്പിക്കുന്ന സങ്കീർത്തനമാണ് 32-ാം സങ്കീർത്തനം. അപ്പോൾ എപ്പോഴും ഇത് നിങ്ങളുടെ മനസ്സിൽ കുറിച്ചിട്ടുകൊള്ളുക. സങ്കീർത്തനം 32 എന്ന് പറഞ്ഞാൽ ദാവീദ് രാജാവ് ബത്ശേബയുമായിട്ടുണ്ടായ പാപത്തെക്കുറിച്ച് പശ്ചാത്തപിച്ച് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു വന്നപ്പോഴാണ് ഈ സങ്കീർത്തനം എഴുതിയത്. അതുകൊണ്ട് ഇതൊരു പശ്ചാത്താപത്തിൻ്റെ ആത്മീയമായിട്ടുള്ള മനഃശാസ്ത്രം അഥവാ സൈക്കോളജി വ്യക്തമാക്കുന്നു എന്നുള്ളൊരു പ്രാധാന്യമാണ് ഒന്നാമതായിട്ട് ഇതിനുള്ളത്. രണ്ടാമതായിട്ട് കാണിക്കുന്നത് പാപം സമ്മതിക്കുന്നതും ദൈവത്തിൻ്റെ ക്ഷമയും തമ്മിലുള്ള ദൈവ-മനുഷ്യ ബന്ധം. അപ്പോൾ പാപം സമ്മതിക്കുക എന്നുള്ളതൊരു മനുഷ്യൻ്റെ കാര്യമാണ്. എന്നാൽ അങ്ങനെ പാപത്തെക്കുറിച്ച് സമ്മതിക്കുന്ന ഒരുവനോട് കാണിക്കുന്ന ക്ഷമ ആരാണ് കാണിക്കുന്നത്? അത് ദൈവത്തിൻ്റെ ക്ഷമയും കരുണയുമാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ പാപം സമ്മതിക്കുന്നതും ദൈവത്തിൻ്റെ ക്ഷമയും ഇത് രണ്ടും തമ്മിലുള്ള ദൈവ-മനുഷ്യ ബന്ധത്തെ കാണിക്കുന്ന ഒരു സങ്കീർത്തനമാണ് 32-ാം സങ്കീർത്തനം എന്ന് പറയുന്നത്. അടുത്തത് മൂന്നാമത്തെ പോയിന്റ്, മൂന്നാമത്തെ പ്രാധാന്യം എന്ന് പറയുന്നത് ദൈവകൃപയുടെ അനുഭവം വിശ്വാസിയെ മാറ്റുന്ന ശക്തിയാണ്. അപ്പോൾ ഇവിടെ ദാവീദ് രാജാവ് പശ്ചാത്തപിച്ച് ദൈവത്തിങ്കിലേക്ക് വന്നപ്പോൾ ദൈവത്തിൻ്റെ കരുണ അവിടെ ലഭിച്ചു. അപ്പോൾ ദൈവകൃപയും കരുണയും ലഭിച്ച ആ ഒരു അനുഭവം
ദാവീദ് രാജാവിലെ വിശ്വാസിയെ മാറ്റിക്കളഞ്ഞു. അദ്ദേഹത്തിന് നൽകിയ ആ ഒരു ആത്മീയമായ ശക്തിയെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അടുത്തത് 4ാമത്തെ പോയിന്റ്, ക്രിസ്തീയ ജീവിതത്തിൽ ആത്മീയ ശുദ്ധീകരണത്തിന് പ്രധാനമായ ലിറ്റർജിക്കൽ സങ്കീർത്തനങ്ങളിൽ ഒന്നാണ് 32ാം സങ്കീർത്തനം. അതായത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ആവശ്യമായ ആത്മീയ ശുദ്ധീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു സങ്കീർത്തനമായിട്ടും 32ാം സങ്കീർത്തനം ഇവിടെ കാണുന്നു. അപ്പോൾ നാം ഒരു ക്രിസ്തീയ ജീവിതത്തിലാണ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫിസിക്കലായിട്ടുള്ള ശുദ്ധീകരണത്തെക്കാൾ ഉപരിയായിട്ട് ആത്മീയമായിട്ട് നമുക്കുണ്ടാവേണ്ട ശുദ്ധീകരണം, പലപ്പോഴും നമ്മളൊക്കെ ഫിസിക്കൽ ശുദ്ധീകരണത്തെക്കുറിച്ച് നമ്മളൊക്കെയും പ്രാധാന്യം കൊടുക്കുന്നു അല്ലേ. അപ്പോൾ നമ്മൾ വിശുദ്ധ കുർബാനയ്ക്കായിട്ട് നമ്മൾ പോകുമ്പോൾ എത്രമാത്രം ഒരുക്കത്തോടു കൂടിയാണ് നമ്മൾ ഫിസിക്കലി നമ്മൾ വളരെയധികം ഒരുങ്ങി പോകുമ്പോൾ, എന്നാൽ ആത്മീയമായിട്ട് നമുക്ക് നമ്മുടെ ഉള്ളിൽ പാപബോധത്തെക്കുറിച്ചുണ്ടാകുന്ന ആത്മീയ ശുദ്ധിയുടെ ആവശ്യമാണ് ഈ 32ാം സങ്കീർത്തനം നമ്മെ കാണിക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഈ സങ്കീർത്തനത്തിൽ നിന്ന് മറ്റൊരു ചോദ്യമുള്ളത്, പ്രായോഗികവും ആത്മീയ വളർച്ചയ്ക്കുതകുന്നതുമായ ചില നിർദ്ദേശങ്ങൾ ഈ സങ്കീർത്തനത്തിലുണ്ട്. അപ്പം ഏതൊക്കെയാണ് ആത്മീയ വളർച്ചയ്ക്ക് ഉതകുന്നതും പ്രായോഗികവുമായ നിർദ്ദേശങ്ങൾ ഏതൊക്കെ? 32ാം സങ്കീർത്തനത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള നിർദ്ദേശങ്ങൾ ഏതൊക്കെ? പ്രധാനമായിട്ടും ഒരു 7 പോയിന്റുകളാണ് അവിടെ ഉള്ളത്. 18ാമത്തെ പേജ് മുതൽ 20ാമത്തെ പേജിൽ വരെ ഈ 7 പോയിന്റുകളായിട്ട് അവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇതൊരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ ചോദിക്കാനാണെങ്കിലും ഇത് 32ാം സങ്കീർത്തനത്തെക്കുറിച്ചുള്ള പ്രായോഗിക നിർദ്ദേശങ്ങൾ, നമുക്ക് പ്രാക്ടിക്കൽ ലൈഫിലുള്ള നിർദ്ദേശങ്ങളാണ്. ഒന്നാമത്തെ പോയിന്റ്, പാപസമ്മതവും വിശുദ്ധ കുമ്പസാരവും ആത്മീയ സ്വാതന്ത്ര്യത്തിൻ്റെ വഴിയാണ്. അപ്പോൾ അതൊരു ചെറിയ ക്വസ്റ്റ്യനായിട്ടും അവിടെ ചോദിക്കാം. ആത്മീയ സ്വാതന്ത്ര്യത്തിനുള്ള വഴികൾ ഏതൊക്കെ? അങ്ങനെയും ചോദിക്കുക. ഏതൊക്കെയാണ് ആത്മീയ സ്വാതന്ത്ര്യത്തിനുള്ള വഴികൾ? പാപസമ്മതവും വിശുദ്ധ കുമ്പസാരവും. ഈ 2 കാര്യങ്ങളാണ് ആത്മീയ സ്വാതന്ത്ര്യത്തിനുള്ള വഴിയായിട്ട് ഇവിടെ കാണുന്നത്. അപ്പോൾ നമ്മുടെ വിശ്വാസ ജീവിതത്തിന് പറ്റുന്നൊരു പ്രാക്ടിക്കലായിട്ടുള്ള ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് ആണ് ഒന്നാമത്തേതായിട്ട്. എന്താണത്? പാപസമ്മതവും വിശുദ്ധ കുമ്പസാരത്തിൻ്റെയും ആവശ്യകതയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ പലപ്പോഴും പാപം മറച്ചു വെക്കരുത്, പാപം അത് സമ്മതിക്കുക എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. നമുക്കെയും പാപം ചെയ്യുന്നവരാണ്. എന്നാൽ പാപത്തെക്കുറിച്ചുള്ള ആ ഒരു ദൈവസന്നിധിയിലുള്ള സമ്മതം, അത് ശാന്തിയിലേക്കുള്ള കവാടമാണ്, നമ്മെ സ്വതന്ത്രരാക്കുന്നവരാണ്. നാം ദൈവമേ, ഞാൻ തെറ്റിപ്പോയി, ഞാൻ മഹാപാപിയാണ്, എന്നോട് കരുണ ചെയ്യണമേ. അപ്പോൾ ഞാൻ തെറ്റിപ്പോയി ദൈവമേ എന്ന ദൈവത്തിന് മുമ്പാകെ സമ്മതിക്കുന്നത് തന്നെ നമുക്കൊരു ആത്മീയ സ്വാതന്ത്ര്യത്തിലേക്ക് അതുവരെ നമ്മളൊക്കെയും കെട്ടപ്പെട്ടിരിക്കുകയാണ്, പാപത്താൽ നമ്മൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നുവെങ്കിൽ പാപം സമ്മതിക്കുന്നതിലൂടെ നമ്മളൊരു സ്വാതന്ത്ര്യത്തിലേക്ക് എത്തുന്നു. അവിടെ നമ്മൾ ദൈവത്തോട് അപേക്ഷിക്കുകയാണ്, എൻ്റെ ഹൃദയത്തെ പരിശോധിക്കണമേ, നിൻ്റെ വഴിയിൽ നടക്കുവാൻ എന്നെ യോഗ്യനാക്കണമേ എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള നിർദ്ദേശം, പാപസമ്മതവും വിശുദ്ധ കുമ്പസാരവും. ഇനി രണ്ടാമതായിട്ട്, പാപം നാം മറയ്ക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ ശാന്തി നഷ്ടപ്പെടും. അത് 3ഉം 4ഉം വാക്യങ്ങളെ ആസ്പദമാക്കിയാണ് നാം ഇത് പഠിക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഉള്ളിൽ പാപം ചെയ്തു പോയി എന്ന് നമുക്കറിയാം. എങ്കിലും അത് നമ്മളുടെ ഉള്ളിൽ പിടിക്കുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു സമാധാനം തന്നെ നഷ്ടപ്പെടുവാനായിട്ട് അവിടെ ഇടയാവുന്നു. അപ്പോൾ 3ഉം 4ഉം വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ദാവീദ് രാജാവ് പറയുന്ന ഫിസിക്കലായിട്ടുള്ള ഏതൊക്കെ പെയിനാണ് അവിടെ സംഭവിച്ചത് നമ്മൾ ഓൾറെഡി വായിച്ചു കഴിഞ്ഞു. എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചു പോയി, എൻ്റെ മജ്ജ വേനൽക്കാലത്തിലെ ഉഷ്ണത്താൽ എന്ന പോലെ വറ്റിപ്പോയി. അപ്പോൾ ഇതൊക്കെ സൂചിപ്പിക്കുന്ന എന്താണ്? പാപം മറച്ചു വെച്ചാൽ നമ്മുടെ ശരീരത്തിന് തന്നെ ഒരു ശാന്തിയോ ലഭിക്കുന്നില്ല. അപ്പോൾ പാപം മറയ്ക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ ശാന്തി നഷ്ടപ്പെടും എന്നുള്ള ഒരു പ്രാക്ടിക്കൽ സ്പിരിച്വൽ ഗൈഡൻസ് ആണ് നമുക്കിവിടെ ലഭിക്കുന്നത്. അപ്പോൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു ശാന്തിയും സമാധാനം കിട്ടുന്നില്ല എങ്കിൽ എപ്പോഴും നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. എന്തെങ്കിലും കാര്യങ്ങൾ, പാപത്തെക്കുറിച്ചുള്ള എന്തെങ്കിലും ദൈവത്തിന് മുമ്പാകെ വിശുദ്ധ കുമ്പസാരത്തിലൂടെ പട്ടക്കാരന് മുമ്പിൽ ഏറ്റുപറയാതെ സമ്മതിക്കാതെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പാപങ്ങൾ കിടപ്പുണ്ടോ എന്ന് നാം ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്.
ഇനി അടുത്തത് മൂന്നാമത്തെ പോയിൻ്റായിട്ട് ദൈവം ക്ഷമിക്കുമ്പോൾ അത് അതിവേഗമാണ് നടക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ക്ഷമ വളരെ ഫാസ്റ്റാണ്. അതാണ് മൂന്നാമത്തേതായിട്ട് നമ്മളോട് തരുന്ന ഒരു ഗൈഡൻസ്. അപ്പോൾ ദാവീദ് രാജാവ് പാപം ഏറ്റു പറഞ്ഞപ്പോൾ ദൈവം അതിവേഗം അവിടെ ക്ഷമിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പം ദൈവം ക്ഷമിക്കുന്നു എന്ന സത്യം നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ വലിയ ആശ്വാസമാണ്. അപ്പോൾ അതൊരു ചെറിയ ചോദ്യമായിട്ടും ഓർത്തുകൊള്ളുക. നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ വലിയ ആശ്വാസം എന്ത്? ദൈവം ക്ഷമിക്കുന്നു എന്ന സത്യമാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ വലിയ ആശ്വാസമായിട്ട് കാണുന്നത്. ഇത് നമുക്ക് എത്രമാത്രം ആശ്വാസമാണ് അല്ലേ? നമ്മൾ ചെയ്യുന്ന തെറ്റുകളൊക്കെയും ദൈവം ക്ഷമിക്കും എന്നുള്ള ഒരു ധൈര്യവും ആശ്വാസവും ലഭിക്കുന്നു. അടുത്തതായിട്ട് നാലാമത്തെ പ്രാക്ടിക്കലായിട്ടുള്ള ഗൈഡൻസ്, ദൈവം നമ്മുടെ അഭയസ്ഥാനം, അപകടകാലത്ത് സുരക്ഷ. ദൈവമാണ് നമുക്കുള്ള ഒരു അഭയം. നമുക്കെന്തെങ്കിലും അപകടങ്ങളുടെ സമയത്തും ആരാണ് നമുക്ക് സുരക്ഷയ്ക്കായിട്ടുള്ളത്? ദൈവമാണ്. അതായത് പാപവിശുദ്ധീകരണത്തിന് ശേഷം ദൈവം നമ്മെ സംരക്ഷിക്കുന്ന ദൈവമാണ്. അപ്പോൾ നമ്മൾ പാപം സമ്മതിച്ചു, ഒരു കറക്റ്റായിട്ടുള്ള റിപ്പൻറ്റൻസ് നമുക്കുണ്ടായി, വിശുദ്ധ കുമ്പസാരത്തിലൂടെ ദൈവത്തിങ്കിലേക്ക് നാം കടന്നു വന്നു എങ്കിൽ എപ്പോഴും ദൈവം നമ്മെ സംരക്ഷിക്കുന്ന ഒരു ദൈവം ആകുന്നു എന്ന് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി അടുത്തതായിട്ട് അഞ്ചാമത്തെ പോയിന്റ്, അതിൽ ദൈവം ചില മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നു. അത് വാക്യം 8, 9 അതിനെ ആസ്പദമാക്കിയിട്ടാണ് ദൈവം ചില മാർഗനിർദ്ദേശങ്ങളൊക്കെ അവിടെ നമുക്ക് നൽകുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് പറയുന്നത് കോവർ കഴുതയെ പോലെ നിങ്ങൾ ആകരുത്. അപ്പോൾ ആരെ പോലെ ആകരുതെന്നാണ് ദൈവം നമ്മോട് പറയുന്നത്. നിങ്ങൾ ബുദ്ധിയില്ലാത്ത കുതിരയും കോവർ കഴുതയും പോലെ ആകരുത്. അപ്പോൾ സങ്കീർത്തനത്തിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ ഇങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നിങ്ങൾ ആരെ പോലെ ആകരുതെന്നാണ് സങ്കീർത്തനം 32 കാണുന്നത്. അപ്പോൾ ആരെ പോലെയാണ്? ബുദ്ധിയില്ലാത്ത കുതിരയും കോവർ കഴുതയും പോലെ ആകരുത്. കാരണം എന്തുകൊണ്ടാണ്? അവയുടെ ചമയങ്ങളായ കടിഞ്ഞാണും മുഖപ്പട്ടയും കൊണ്ട് അവയെ അടക്കി വരുന്നു എന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ ദൈവം നമുക്ക് ചില മാർഗനിർദ്ദേശങ്ങൾ നമുക്ക് നൽകുന്നതായിട്ടാണ് കാണുന്നത്. ദൈവം വഴി കാട്ടുന്നു. നമ്മുടെ മനസ്സ് അടങ്ങിയിരിക്കണം. അനുസരണമില്ലാതെ ആയാൽ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ ആവുകയില്ല. അപ്പോൾ ഇവിടെ ഈ കോവർ കഴുതയെ പറ്റി താരതമ്യം ചെയ്തുകൊണ്ട് നമ്മോട് പറയുന്നത് നമുക്ക് ദൈവത്തോട് അനുസരണം ഉള്ളവരാകണം എന്നുള്ളതാണ് പറയുന്നത്. അടുത്തത് ആറാമത്തെ ഉപദേശമായിട്ട് അല്ലെങ്കിൽ ഒരു പ്രാക്ടിക്കൽ ഗൈഡൻസ് ആയിട്ട് നമുക്ക് കാണുന്നത്, ദൈവവിശ്വാസം കരുണയുടെ ശൃംഖലയിൽ നമ്മെ ചുറ്റിക്കൊള്ളും. അതായത് യഹോവയിൽ ആശ്രയിക്കുന്നവനെ കരുണ ചുറ്റിക്കൊള്ളും. അവിടെ 10ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും, യഹോവയിൽ ആശ്രയിക്കുന്നവനെയോ ദയ ചുറ്റിക്കൊള്ളും. അതായത് കരുണ, യഹോവയിൽ വിശ്വസിക്കുന്നവരെ ദൈവത്തിൻ്റെ കരുണ ചുറ്റിക്കൊള്ളും എന്നാണ്. ഇപ്പോൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിലൊക്കെ അങ്ങനെ ഒരു ചോദ്യം പ്രതീക്ഷിക്കാം, വരച്ചിട്ടുകൊള്ളുക. യഹോവയിൽ ആശ്രയിക്കുന്നവനെ ഡാഷ് ചുറ്റിപ്പിടിക്കും, കരുണ ചുറ്റിപ്പിടിക്കും. അപ്പോൾ യഹോവയിൽ ആശ്രയിക്കുന്നവനെയാണ്, ആ ഒരു വാക്കുകൂടെ ഓർത്തുകൊള്ളുക. ഇനി അടുത്തതായിട്ട് അവസാനത്തെ പ്രാക്ടിക്കൽ ഗൈഡൻസ് ആയിട്ട് വരുന്നത് 7ാമത്തെ പോയിൻ്റാണ്, ദൈവത്തിൽ സന്തോഷം ആത്മീയ ആരോഗ്യത്തിൻ്റെ അടയാളം. അപ്പോൾ എന്താണ് ആത്മീയ ആരോഗ്യത്തിൻ്റെ അടയാളം? ദൈവത്തിലുള്ള സന്തോഷം. ദൈവത്തിലുള്ള സന്തോഷം ആത്മീയ ആരോഗ്യത്തിൻ്റെ അടയാളമായിട്ട് 11ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ പറയുന്നത് ദൈവിക സന്തോഷം നമുക്ക് കിട്ടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും. അപ്പം ജീവിത ഭാരങ്ങളും പേറി നമ്മുടെ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ജീവിതത്തിലെ ഭാരങ്ങൾ പേറി നടക്കുവാനുള്ളതല്ല, മറിച്ചൊരു ആത്മീയമായ ആനന്ദം, ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു ആത്മീയ ആനന്ദം അനുഭവിക്കാൻ. അതായത് ഭൗതികമായ ഒരു നേട്ടങ്ങളെക്കുറിച്ചുള്ള സന്തോഷമല്ല ഇവിടെ സൂചിപ്പിക്കുന്നത്, മറിച്ച് ഭൗതിക നേട്ടങ്ങളിൽ ഉണ്ടാകുന്ന സന്തോഷത്തേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ പാപങ്ങളിൽ നിന്ന് ദൈവകരുണയിലേക്ക് തിരിച്ചു വരുമ്പോൾ ലഭിക്കുന്ന ഒരു ആത്മീയ സന്തോഷം, അതാണ് ആ ആത്മീയ ആനന്ദം അനുഭവിക്കുവാനായിട്ട് നമുക്കെയും യോഗ്യരാണ് എന്നുള്ളതാണ് ഈ സങ്കീർത്തനം സൂചിപ്പിക്കുന്നത്. ഇനി ആ ലാസ്റ്റത്തെ പാരഗ്രാഫിൽ നോക്കുമ്പോൾ പ്രധാനമായിട്ടുള്ള ഒരു ചോദ്യം, സംഗ്രഹത്തിൽ പറയുന്നത് സങ്കീർത്തനം 32 പ്രത്യേകമായ ആത്മീയ പാഠങ്ങൾ ഏതൊക്കെ? ഇവിടെ ഒരു 6 പോയിന്റുകളാണ് ഈ ആത്മീയ പാഠങ്ങൾ 32ാം സങ്കീർത്തനത്തിൽ നിന്ന് നാം പഠിക്കുന്ന മുഖ്യ ആത്മീയ പാഠങ്ങൾ എന്തൊക്കെയാണത്? 1 പാപസമ്മതം, 2 ക്ഷമ,
3 സ്വാതന്ത്ര്യം, 4 വഴികാട്ടൽ, 5 കരുണ, 6 സന്തോഷം. ഈ 6 പോയിന്റുകൾ ഒന്ന് പഠിച്ചുകൊള്ളുക. അതോടൊപ്പം തന്നെ മറ്റൊരു ചോദ്യം കൂടെ ഈ ഉത്തരത്തെ ബേസ് ചെയ്തിട്ടുണ്ട്. അടുത്ത ലൈനാണ്, ഇവ ഒരു വിശ്വാസിയുടെ ആത്മീയ വളർച്ചയുടെ സമ്പന്നത നിലനിർത്തും. ഏതൊക്കെയാണ് ഒരു വിശ്വാസിയുടെ ആത്മീയ വളർച്ചയുടെ സമ്പന്നത നിലനിർത്തുന്നത്? ഈ 6 പോയിന്റുകളാണ്. ഒരിക്കൽ കൂടി ഞാൻ പറയാം. 1 പാപസമ്മതം, 2 ക്ഷമ, 3 സ്വാതന്ത്ര്യം, 4 വഴികാട്ടൽ, 5 കരുണ, 6 സന്തോഷം. ഈ 6 കാര്യങ്ങളാണ് ഒരു വിശ്വാസിയുടെ ആത്മീയ വളർച്ചയുടെ സമ്പന്നത നിലനിർത്തുന്നതും 32-ാം സങ്കീർത്തനം നമുക്ക് നൽകുന്ന ആത്മീയ പാഠങ്ങൾ. ഇതോടുകൂടി ഈ 3-ാമത്തെ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മൾ 6-ാമത്തെ സങ്കീർത്തനവും 32-ാമത്തെ സങ്കീർത്തനവും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. 6-ാമത്തെ സങ്കീർത്തനത്തിലൂടെ നാം പഠിച്ചത്, 6-ാമത്തെ സങ്കീർത്തനത്തിൽ നാം കണ്ടു കഴിഞ്ഞു, ഇതൊരു പാപിയുടെ ഹൃദയവേദനയുടെ സങ്കീർത്തനമാണ്. അതായത് ഒരു പാപം ചെയ്തു പോയി എന്ന് അറിയുന്ന ഒരാളുടെ ഹൃദയവേദനയുടെ പ്രകടമാക്കുന്ന ഒരു സങ്കീർത്തനമാണ് എങ്കിൽ 32-ാം സങ്കീർത്തനം ഒരു ബുദ്ധി ഉപദേശ സങ്കീർത്തനമാണ്. അതായത് ലംഘനം മറിച്ചു കിട്ടുന്നവനുണ്ടാകുന്ന ഭാഗ്യത്തെക്കുറിച്ചുള്ള ആ ഒരു ഇൻസ്ട്രക്ഷൻസ് ആണ്, ചില മാർഗനിർദ്ദേശങ്ങളും പ്രാക്ടിക്കലായിട്ടുള്ള ഗൈഡൻസ്, അങ്ങനെ ഒരു 7 പോയിന്റുകളൊക്കെ നാം കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് പശ്ചാത്തലം പഠിക്കുവാനുണ്ട്. അതുപോലെ തന്നെ ഇതിൽ 3 പ്രധാന വിഷയങ്ങൾ നമ്മൾ കണ്ടു. അതോടൊപ്പം തന്നെ സങ്കീർത്തനത്തിൻ്റെ പ്രാധാന്യമായിട്ട് 4 പോയിന്റുകൾ കണ്ടു. പിന്നീട് പ്രായോഗികവും ആത്മീയ വളർച്ചയ്ക്ക് ഉതകുന്നതുമായ ചില നിർദ്ദേശങ്ങൾ, 7 നിർദ്ദേശങ്ങൾ, ഇതാണ് പ്രധാനമായിട്ടും ഈ 32-ാം സങ്കീർത്തനത്തിൽ നിന്ന് പഠിക്കുവാനായിട്ടുള്ളത്. സങ്കീർത്തനവും ഒരിക്കൽ കൂടി വായിച്ച് ഹൃദയസ്ഥമാക്കുക. അതിനെ ബേസ് ചെയ്തും ക്വസ്റ്റ്യൻ ചോദിക്കുവാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതൊക്കെയും എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് എഴുതിയിട്ട് വായിച്ച് പഠിക്കുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.